നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. കടകംപള്ളി സുരേന്ദ്രൻ കൂടുതൽ കുരുക്കുകളിലേക്ക് പോകുകയാണോ എന്നുള്ളതാണ്. അതായത് ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട് പല ആവർത്തി കടകംപള്ളി സുരേന്ദ്രന് നേരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പോറ്റിയുമായുള്ള ബന്ധം എന്താണ്, അപ്പോൾ അവിടെ ശബരിമലയിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന കടകംപള്ളി സുരേന്ദ്രനെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. എന്നാൽ ഇന്നിപ്പോൾ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് കടകംപള്ളി സുരേന്ദ്രന് എന്ന് വ്യക്തമാക്കുന്ന ചില തെളിവുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. 2 തവണയോളം പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അവിടെ സദ്യ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് എന്നൊക്കെ അയൽവാസികൾ പോലും ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. അപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ളത് ഒരു ചോദ്യം. എന്നാൽ പോറ്റിയുമായി ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ചത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായി പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നു, ഇത്രത്തോളം സംശയനിഴലിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കടകംപള്ളിയെ ഇവർ വീണ്ടും ഒരു ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നില്ല, അതോ ഇനി ഇഡിയുടെ വായിലേക്ക് കയറാൻ കാത്തിരിക്കുകയാണോ എന്നുള്ളത്. വല്ലാത്തൊരു അവസ്ഥയിലാണ് കടകംപള്ളി. ഇഡി വളഞ്ഞിരിക്കുക. ഒന്ന് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനം ഇപ്പോൾ ഇഡിയുടെ ഒരു നിയന്ത്രണത്തിലാണ്. മറുവശത്ത് അപ്രതീക്ഷിതമായി ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് റെയ്ഡ് ചെയ്യാനായി ഇഡി സംഘം എത്തുന്നു. അങ്ങോട്ടേക്ക് വലിയ ഒരു മാധ്യമപട. അപ്പോൾ മഹസറിൽ ഒപ്പിടാൻ തൊട്ടടുത്ത വീട്ടിലൊരു വിക്രമൻ നായർ കടന്നു വരുന്നു. ഒരു മതിലിന്റെ ഗ്യാപ്പേ ഉള്ളൂ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടും വിക്രമൻ നായരുടെ വീടും തമ്മിൽ. ഈ വിക്രമൻ നായർ ആളൊരു പരമ സാധുവാണ്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വമ്പന്മാരൊക്കെ വന്നു പോകാറുണ്ട്. ആരൊക്കെയാണ് അത്? നമ്മുടെ കടകംപള്ളി. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ 2 തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇവിടെ വരാറുണ്ട്. എപ്പോഴും കാണണമെന്നില്ല. തൊട്ടടുത്ത വീട്ടിൽ ഇപ്പോൾ വന്നു പോകുന്നത് അയൽക്കാർ കാണണമെന്നില്ല. പക്ഷെ 2 തവണ കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വിക്രമൻ നായർ പറയുന്നു, ഞാൻ കടകംപള്ളിയായിട്ട് സംസാരിക്കുകയും ചെയ്തു ഇവിടെ വന്നപ്പോൾ. ഒരു ചടങ്ങിനാണോ എത്തിയത്? ഈ വീട്ടിൽ ഒരു നൂലുകെട്ട് ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് കടകംപള്ളി എത്തിയത് എന്ന് പറഞ്ഞു കേൾക്കുന്നുവെന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോൾ, ഇവിടെ ചടങ്ങ് എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിക്കുമല്ലോ. ഇവിടെ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം വന്ന് പെട്ടെന്ന് പോയി. വേറൊരു ദിവസം വന്നു, ഇവിടെ ഒരുപാട് നേരം ഇരുന്നു. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് കടകംപള്ളി പോയത് എന്നും ഈ അയൽക്കാരൻ സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ ഇത് SITക്ക് കൊണ്ടു. SITയുടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിനായി നമ്മുടെ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടല്ലോ. അപ്പോൾ SIT ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി കടകംപള്ളിയെ സംബന്ധിച്ച് എന്താണ് എന്ന് പുറത്തുവിട്ടിട്ടില്ല. കടകംപള്ളിയിൽ നിന്ന് മൊഴിയെടുത്ത വിശദാംശങ്ങൾ ഇതുവരെ കേരളം കേട്ടിട്ടില്ല. എന്നാൽ ആ മൊഴിയുടെ വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അപ്പോഴും കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇല്ലയോ എന്ന് കേരളത്തിന് ഒരു സംശയം നിലനിർത്തിയാണ് വളരെ ക്യൂരിയോസിറ്റിയിൽ ഈ കേസന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘം പോകുന്നത്. ഇതോടെ SITക്ക് മനസ്സിലായി, തങ്ങൾ പിടിച്ചെടുക്കാത്ത വിവരങ്ങൾ അയൽക്കാരിലൂടെ മാധ്യമങ്ങളിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എത്തുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലെത്താൻ അധികം സമയം വേണ്ട ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മാത്രമല്ല, തിരുവനന്തപുരത്ത് 5 ഇടങ്ങളിൽ ഇന്നലെ രാവിലെ 7 മണി മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ടീമംഗങ്ങളുണ്ട്. ഒപ്പം സുരക്ഷയ്ക്ക് CRPF ഭടന്മാരുണ്ട്. CRPF ഭടന്മാരുടെ ഒരു വാഹനവും സുരക്ഷയ്ക്കായി വിളിച്ച് നേരെ കടകംപള്ളി വീട്ടിലേക്ക് ചെന്നാൽ അടപടലം പെടും. ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയിൽ എത്തിക്കുമെന്ന് SIT തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു, താൻ പല വമ്പന്മാർക്കും ഉപഹാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. കടകംപള്ളിയെ തനിക്ക് അടുത്തറിയാം. കടകംപള്ളി തന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. കടകംപള്ളിക്കും ഉപഹാരങ്ങൾ കൊടുത്തു എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വന്നപ്പോൾ കടകംപള്ളി പൂർണ്ണമായി വെട്ടിൽ. ഇതോടെ കടകംപള്ളിയുടെ ഒരു വിശദാംശം അല്ലെങ്കിൽ കടകംപള്ളിയുടെ മറുപടി മാധ്യമങ്ങൾക്ക് കിട്ടുന്നു. കടകംപള്ളി മാധ്യമങ്ങളോട് പറയുന്നു, താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, പക്ഷെ അതൊരു ചടങ്ങിനാണ്. അപ്പോൾ കടകംപള്ളി പറഞ്ഞത് മുഴുവൻ കടകവിരുദ്ധമാണ്. ആദ്യം കടകംപള്ളി പറഞ്ഞത് എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് അടുപ്പമൊന്നുമില്ല. ഒരു ഭക്തൻ എന്ന നിലയിൽ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം. അവിടെ ചില സ്പോൺസർമാരെ എത്തിച്ച വ്യക്തി എന്ന നിലയിൽ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം. അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയുടെ മണ്ഡലത്തിലെത്തുകയും അവിടെ ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യം പത്മകുമാറിന്റെ മൊഴിയിൽ കേട്ടത് സർക്കാർ ദേവസ്വം ബോർഡിലേക്ക് കൈമാറിയ ഒരു നിർദ്ദേശത്തെക്കുറിച്ചാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം തന്റെ നിർദ്ദേശം സ്വർണ്ണപ്പാടുകൾ അഴിച്ചെടുക്കാനുള്ള തന്റെ പ്രപ്പോസൽ സമർപ്പിക്കുന്നത് സർക്കാർ എന്ന് പറഞ്ഞ മന്ത്രി
സർക്കാരിൻ്റെ ആ ഫയലാണ് ദേവസ്വം ബോർഡിലെത്തിയത് എന്നാണ് നമ്മൾ ആദ്യം ധരിച്ചത്. പക്ഷെ അത് വളരെ ഭംഗിയായി കടകംപള്ളി ആ ഘട്ടത്തിൽ ഇത്തരം ചില മൊഴികളെ അട്ടിമറിച്ചു. തനിക്ക് ഉണ്ടൻകൃഷ്ണ പോറ്റിയുമായി ഒരുവിധ അടുപ്പവുമില്ല എന്ന് ആവർത്തിച്ചു. അതെല്ലാം പൂർണ്ണമായി പൊളിഞ്ഞടുങ്ങി. ഇനി നമുക്കറിയേണ്ടത് എപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടകംപള്ളി സുരേന്ദ്രനിൽ എത്തുമെന്നാണ്. നമുക്കത് ഉറപ്പിക്കുന്ന ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ആ പത്രക്കുറിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി വൻകൊള്ള നടത്തി, പോറ്റിയുമായി നിരവധി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ സഹകരിച്ചു, പല വമ്പന്മാർക്കും പോറ്റി ഉപഹാരങ്ങൾ കൈമാറിയെന്നാണ്. അപ്പോൾ പോറ്റിയുടെ സൗഹൃദങ്ങളും പോറ്റിയുടെ ഇടപാടുകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. പോറ്റിയുടെ ഏറ്റവും വലിയ സൗഹൃദം കടകംപള്ളിയുമായിട്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ കടകംപള്ളി കൂടി ED റഡാറിലെത്തുന്നു. അപ്പോൾ നമ്മൾ ഈ കേസിൽ കണ്ട ഏറ്റവും ശക്തമായ, വളരെ നിർണായകമായ ഒരു മാനത്തിലെത്തി നിൽക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ഒരു തലത്തിൽ കടകംപള്ളി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. ഇനി വാസവനിലേക്ക് തിരിയുമോ എന്ന ഭയം. അതാണ് ഇന്നലെ വാസവൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തള്ളി പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ത്യയിൽ നടത്തിയ അന്വേഷണങ്ങളൊന്നും വിജയകരമായിരുന്നില്ല, അതൊക്കെ രാഷ്ട്രീയ പകപോക്കലായിരുന്നു എന്ന് വാസവൻ പറഞ്ഞു വെക്കണമെങ്കിൽ വാസവന് പേടി ഉള്ളിൽ തട്ടി. അപ്പോൾ കടകംപള്ളിയിൽ തുടങ്ങി വാസവനിൽ എത്തിയാൽ ഈ കേരളത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂകമ്പം കൂടിയായിരിക്കും അത്. നമുക്കറിയാം, ഇന്നലെ 7:15 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ED എത്തിയപ്പോൾ പല കേന്ദ്രങ്ങളിലും വലിയ വിറയൽ കണ്ടു. CRPF ഭടന്മാരെയൊക്കെ അണിനിരത്തിയാണ് EDയുടെ കടന്നുവരവ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, CBIയെ തടയും, NIA തടയും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ ഒരു ഭരണകൂടത്തിൻ്റെ നേതാവ് തന്നെ പുറത്തിറങ്ങി ഇവിടെയുള്ള ലോക്കലി പോലീസിനെ കൊണ്ടൊക്കെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ന് കേന്ദ്രസേന കളത്തിലിറക്കിയതാണ്. അപ്പോൾ സമാനമായ തലത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനം വളയാനെത്തിയ EDയെ ഭയപ്പെടുത്തി ഓടിക്കാൻ, അല്ലെങ്കിൽ അവർക്കെതിരെ കള്ളക്കേസെടുക്കാൻ മുതിരുമോ എന്ന ഭയവർക്കും ഉണ്ടാകും. കൃത്യമായൊരു സന്ദേശം ED കേരളത്തിൽ നൽകിയിരിക്കുന്നു. അത് ഇന്നലെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് അവർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞ സുപ്രധാന തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ്. സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം മാത്രമാണ്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകൾ, അഴിമതികൾ, ആചാരപരമായ നിരവധി ക്രമക്കേടുകൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നു. എന്തിനേറെ ഈ സ്പോൺസർമാർ എന്ന പേരിൽ വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിക്കലുകൾ നടത്തുന്നു. വലിയ തോതിൽ കള്ളപ്പണ ഇടപാടുകൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളകളെക്കുറിച്ച്, ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് വളരെ വിശദമായ തെളിവുകൾ ഇപ്പോൾ EDയുടെ പക്കലുണ്ട്. ഇന്നലെ 7:15 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്തെത്തുമ്പോൾ ജയകുമാറിനെ വിളിക്കുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ജയകുമാറിന് അപകടം മനസ്സിലായ ജയകുമാർ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥരോട് പരിപൂർണമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസ് മുറിയിലും ദേവസ്വം ബോർഡിന്റെ രേഖകൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമിലുമൊക്കെ ED ഉദ്യോഗസ്ഥരെത്തി. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ഫയലുകൾ എടുത്തു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഫയലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ EDയുടെ ശ്രദ്ധ മറ്റ് പല ഘട്ടങ്ങളിലേക്കും കടക്കുന്നു. അവര് ദേവസ്വം ബോർഡിന് ഇടപാടുകളുടെ ബാങ്ക് ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചു വരുത്തി. ബാങ്കുമായിട്ടുള്ള ഇടപാടുകൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റാളുകളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇന്നലെ രാവിലെ മുതൽ കേരളം കാണുന്ന ഒരു 120 ഉദ്യോഗസ്ഥരുടെ വളരെ ചടുലമായ നീക്കങ്ങളാണ്. ഈ വെള്ളിയാഴ്ച 23-ാം തീയതി സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുന്നു. ഇവിടെ ഒരു നഗരസഭ മേയർ BJPക്ക് ഇപ്പോൾ സ്വന്തമായുണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു സമഗ്ര വികസന രൂപരേഖ പ്രകാശനം ചെയ്യുകയാണ് മോദിയുടെ ലക്ഷ്യം. ഒപ്പം ഒരു വികസന നയ പ്രഖ്യാപനം. പക്ഷെ അതിലപ്പുറം ഒരു രാഷ്ട്രീയ മാനം ഇപ്പോൾ മോദിയുടെ സന്ദർശനത്തിന് വന്നിരിക്കുന്നു. മോദി നടത്താൻ പോകുന്ന റോഡ് ഷോ ഇപ്പോൾ പുതിയ നിതിൻ നബീൻ്റെ ഒരു നിർദ്ദേശമാണ്. BJPയുടെ 45 വയസ്സുള്ള ഒരു ദേശീയ അധ്യക്ഷൻ പുതുതായി ചാർജ് എടുത്തപ്പോൾ ആ ചാർജ് എടുക്കുന്ന യോഗത്തിലാണ് നരേന്ദ്രമോദി അന്ന് തിരുവനന്തപുരം വിജയത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ മോദി ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പുത്തരിക്കണ്ടം മൈതാനിയിൽ 25,000-ഓളം BJP പ്രവർത്തകരെ അണിനിരത്തി അവരുടെ ഒരു ശക്തി പ്രകടനം. മറുവശത്ത് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. കളം നിറയാൻ തന്നെയാണ് മോദി പദ്ധതിയിട്ടിരിക്കുന്നത്. 2031-ൽ 2026-ൽ കേരള നിയമസഭ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരാനാണ് ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക്
50 സീറ്റുകളിലെങ്കിലും വിജയിക്കണം എന്ന ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇന്ന് NDTVയുടെ ഒരു സർവേ വന്നു. സർവേയിൽ 32% വോട്ടുകൾ UDF നേടുമെന്നും 28% വോട്ടുകൾ LDF നേടുമെന്നും 19% വോട്ടുകൾ BJP സഖ്യം നേടുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ BJPക്കും വിജയത്തിനുമിടയിൽ ഇനി ഒരു 5 അല്ലെങ്കിൽ 6% വോട്ടുകളുടെ വ്യത്യാസമാണ് വരുന്നത്. മറ്റ് 2 മുന്നണികളിൽ നിന്ന് വോട്ടുകൾ ഈ ക്യാമ്പിലേക്ക് ശേഖരിക്കാൻ കഴിഞ്ഞാൽ BJPക്ക് വിജയം ഉറപ്പാക്കാം. ചില ജില്ലകൾ മാറ്റി നിർത്തിയാൽ ഒരുപാട് ജില്ലകളിൽ വളരെ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള വേദി ഒരുങ്ങുന്നു. ഈ അനുകൂല രാഷ്ട്രീയ അന്തരീക്ഷം ശബരിമലയുമായി ചേർത്ത് വയ്ക്കാൻ BJP ചില ശ്രമങ്ങൾ നടത്തും. ആ ഘട്ടത്തിലാണ് നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന്റെ തീക്ഷ്ണത മനസ്സിലാക്കേണ്ടത്. കടകംപള്ളിയിലേക്ക് തിരിയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓരോ നീക്കവും നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വിലയിരുത്തേണ്ടത്. ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് CPM AKG സെന്റർ പതിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു രാഷ്ട്രീയ ഗുണം എത്രത്തോളം UDFന് കൊയ്തെടുക്കാൻ കഴിയും. കാരണം 2004 തുടങ്ങി ശബരിമലയിലേക്ക് കയറ്റിയ ആ സംഭവ പരമ്പരകളുടെ ഒരു ആരംഭഘട്ടം, പിന്നീട് 2014-15 കാലഘട്ടത്തിൽ കൊടിമരം പൊളിച്ചിറക്കി കൊള്ളയടിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. അങ്ങനെ 2017 കൊടിമരം പൊളിക്കുന്നത് UDF നിയോഗിച്ച ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ കൃത്യമായി UDFിലേക്കും സംശയമനം നേടുന്നു. LDF പാതാളക്കുഴിയിൽ കിടക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. അപ്പോൾ BJP രാഷ്ട്രീയ നേട്ടം കൊയ്യുമോ എന്ന സംശയം ഒരു വശത്ത്. പക്ഷെ ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഒരു രാഷ്ട്രീയ ഗുണഭോക്താക്കളായി നിൽക്കുന്നത് UDF തന്നെയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അതിന്റെ പ്രയോജനം കിട്ടി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ പ്രയോജനം UDFന് തന്നെ കിട്ടും. UDFിലേക്ക് പ്രയോജനം പൂർണ്ണമായി വഴുതിപ്പോകാതിരിക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ BJP കേന്ദ്രങ്ങൾ നടത്തുന്നു. അപ്പോൾ ഏറെ നിർണായകവും സങ്കീർണവുമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവും. അതായത് മോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിന് മുൻപ് ED സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു. ഇതുവരെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരെയും അധികം ED ചോദ്യം ചെയ്തിട്ടില്ല. സമാന്തരമായ അന്വേഷണം പുരോഗമിക്കുന്നു. അതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ED വ്യാപകമായ റെയ്ഡ് നടത്തുന്നത്. പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട്. ശബരിമല കേന്ദ്രത്തിനും അല്ലെങ്കിൽ BJPക്കും ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണ്. അതിവിടെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ശബരിമല വെച്ച് നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല എന്ന് ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നുണ്ട്. അത് BJPക്കും എതിരാകുന്ന ഒരു നീക്കമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. ഇവിടെ BJP എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. അവരാണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. എന്നിട്ട് ഈ 10 കൊല്ലം കൊണ്ട് അവർക്ക് ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനു മുൻപ് കേന്ദ്ര ഏജൻസികൾ ഈ കേരളത്തിൽ ഏതെല്ലാം അന്വേഷണവുമായി രംഗത്തേക്ക് വന്നതാണ്. പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു രാഷ്ട്രീയ ഇടപെടലിന് വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികളെ പ്രയോഗിക്കുകയാണ്. അതും ശബരിമല വെച്ച് രാഷ്ട്രീയം BJP കളിക്കുമ്പോൾ അതും ജനങ്ങൾ ചോദ്യം ചെയ്യും. അല്ല, ഇവിടെ ചില തീയതികൾക്ക് പ്രാധാന്യമുണ്ട്. 23-ാം തീയതിയാണ് മോദി വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് വരുന്നത്. ജനുവരി 19-ാം തീയതിയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അന്ന് സമർപ്പിക്കുകയും ചെയ്തു. ജനുവരി 19-ന് ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല വിധി പുറത്തു വന്നു. ഈ ഇടക്കാല വിധിയാണ് ശബരിമലയിൽ നടന്ന വൻകൊള്ളയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം അതിന്റെ പ്രാരംഭ തലത്തിൽ തുടങ്ങുകയും ചെയ്തു. 19-ാം തീയതി കോടതിയുടെ ഇടക്കാല വിധി വരുന്നു. 20-ാം തീയതി പുലർച്ചെ ED റെയ്ഡ് ആരംഭിക്കുന്നു. അപ്പോൾ നമുക്ക് പൂർണ്ണമായി ED ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് പറയാൻ വയ്യ. കാരണം ഹൈക്കോടതിയുടെ ഒരു നിലപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുപക്ഷെ നോക്കിയിരുന്നിരിക്കാം. ഹൈക്കോടതിയുടെ ആ നിലപാടിന് പിന്നാലെയാണ് ED കളത്തിലിറങ്ങിയത്. പക്ഷെ ED കളത്തിലിറങ്ങുമ്പോൾ EDയുടെ കണ്ടെത്തലുകളെ സാധൂകരിക്കുന്ന നിരവധി തെളിവുകൾ ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. അത് ഹൈക്കോടതി അവരുടെ ഇടക്കാല റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. മറുവശത്ത് പ്രത്യേക അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കളത്തിലിറങ്ങിയതോടെ വലിയ സമ്മർദ്ദം നേരിട്ട് അവർ കൂടുതൽ വസ്തുതകൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു പരസ്പര മത്സരം നല്ലതാണ്. അതിൽ നമുക്ക് ED രാഷ്ട്രീയ മുതലെടുപ്പിന് പൂർണ്ണമായി ഇറങ്ങിത്തിരിച്ചു എന്ന് മുഖമടച്ചവരെ നമുക്ക് ആക്ഷേപിച്ചുകൂടാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ മേൽക്കോയ്മ എവിടെയും ആഗ്രഹിക്കും. EDയുടെ നീക്കം അത് തീർച്ചയായിട്ടും കേന്ദ്രത്തിന് അതിൻ്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാം. ഇവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ പൂർണ്ണ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് അവരുടെ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഈ ഘട്ടത്തിൽ യാതൊന്നും അഭിപ്രായ പ്രകടനങ്ങളുമായി പുറത്തു വന്നാൽ ജനം അവരെ പരിഹസിക്കും.
മറുവശത്ത് നേരത്തെ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും മറ്റ് CBI ഉൾപ്പെടെയുള്ള NIA ഉൾപ്പെടെയുള്ള ഏജൻസികളുടെയും ഒക്കെ കേരളത്തിൽ നടന്ന അന്വേഷണങ്ങളുടെ ഒരു ബാക്കിപത്രം BJPക്ക് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം തന്നെയാണ് എപ്പോഴും അവർ ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ചില രാഷ്ട്രീയ വിട്ടുവീഴ്ചകളൊക്കെ സ്വാഭാവികമാണ്. അതായിരിക്കാം ഒരു പക്ഷേ മുൻകാല അന്വേഷണങ്ങളൊക്കെ പലതും അട്ടിമറിക്കപ്പെടാനുള്ള കാരണം. പക്ഷെ ഇവിടെ ഏറ്റവും ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ BJPയെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ്. വിജയത്തിൽ കുറഞ്ഞൊന്നും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. രാജീവ് ചന്ദ്രശേഖർ, V. മുരളീധരൻ, കൃഷ്ണദാസ് ഇവരുടെയൊക്കെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത് നേമത്താണ്. നേമത്ത് CPM MLA ആണ് ഇപ്പോൾ ഉള്ളത്. വട്ടിയൂർക്കാവ് അവർക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ CPM MLA ആണ്. അതുപോലെ തന്നെ അരുവിക്കര തുടങ്ങി നിരവധി, കഴക്കൂട്ടം, ആലപ്പുഴയിലെ ചില മണ്ഡലങ്ങൾ. അപ്പോൾ നിരവധി പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊക്കെ CPM തന്നെയാണ് അവരുടെ മുഖ്യ പ്രതിയോഗി. അപ്പോൾ CPMുമായി ഏതെങ്കിലും വിധത്തിൽ ഒരു ചങ്ങാത്തത്തിൽ ഏർപ്പെട്ടാൽ ഒന്നുകിൽ അവർക്ക് ഈ സീറ്റുകളിൽ വിജയിപ്പിക്കാനുള്ള ഒരു സഹായം CPM ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പോര് സ്വാഭാവികമായി വരും. കോൺഗ്രസിനെ UDFനെ മാറ്റി നിർത്താൻ BJP എപ്പോഴും ആഗ്രഹിക്കുക. അത് വരുന്ന തെരഞ്ഞെടുപ്പിലും BJPക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ LDFന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കാൻ BJP ശ്രമിക്കുകയോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ നമുക്ക് പ്രവചിക്കുക വയ്യ. പക്ഷെ ശബരിമല തികച്ചും വ്യത്യസ്തമാണ്. ശബരിമല വിശ്വാസികളുടെ പ്രശ്നമാണ്. ഇനി ശബരിമലയിൽ കയറി കളിച്ചാൽ BJPക്ക് ഒരു കാലത്തും കേരളത്തിൽ നിലയുറപ്പിക്കാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമുണ്ട്. അതാണ് ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ റോഡ് ഷോ മോദിയെ കൊണ്ട് നടത്തണം എന്നൊക്കെ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കേരളത്തിലെ BJP നേതാക്കളുടെയും പഴയ മനോഭാവത്തിൽ ഏറെ വ്യത്യാസങ്ങൾ വന്നു. ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖർ ഒരു ഫൈറ്ററാണ്. അദ്ദേഹം പിണറായിയോട് ഒരു കോംപ്രമൈസ് ടോൺ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ ശബരിമല വെച്ചൊരു കളിക്ക് BJP മുന്തിരത്തില്ല. അത് അവരുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമാകും. കാരണം ജനം വിഡ്ഢികളല്ല. ഈ ED അന്വേഷണത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായാൽ അത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിരിക്കുന്ന അയ്യപ്പ ഭക്തർ അവരെ വെറുതെ വിടില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലെത്തും. അതുകൊണ്ട് ഇവിടെ ഇത് വെച്ച് ശബരിമല വെച്ചൊരു കളി, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരിക്കലും BJP അതിന് മുതിരില്ല എന്നാണ്. പക്ഷെ കേന്ദ്രത്തിൻ്റെയും കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് EDയുടെ ഇപ്പോഴത്തെ അന്വേഷണം. കേന്ദ്രം ED ഇങ്ങോട്ടേക്ക് വിട്ടു. പക്ഷേ ED ഉദ്യോഗസ്ഥരിൽ പലരും തികഞ്ഞ അയ്യപ്പ ഭക്തരാണ്. ED ഉദ്യോഗസ്ഥർ മാത്രമല്ല, നമ്മൾ ഹൈക്കോടതിയിൽ അയ്യപ്പ ചൈതന്യം കാണുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ പല ഉദ്യോഗസ്ഥരിലും നമ്മൾ ആ അയ്യപ്പ ഭക്തിയും ബഹുമാനവും ഒക്കെ കാണുന്നു. അയ്യപ്പ ഭക്തിയുടെ ഒരു പ്രസരിപ്പ് നമ്മളങ്ങ് SP മെഡിപ്പോർട്ടിലും കണ്ടു. അതാണ് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന KP ശങ്കരദാസിനെ ICUവിൽ നിന്ന് പുറത്താക്കി റൂമിലേക്ക് മാറ്റിയത്. ഡോക്ടർമാരടക്കം ഭയപ്പെട്ടു. മെഡിക്കൽ കോളേജിലെത്തുമ്പോൾ സമാന സാഹചര്യമാണ്. അപ്പോൾ ഇതൊരു അയ്യപ്പ ഭക്തിയുടെ, അയ്യപ്പൻ്റെ ഇടപെടലുകളുടെയൊക്കെ ഒരു സ്വാഭാവിക പരിണിതി കൂടിയാണ്. BJPക്ക് എളുപ്പമല്ല രാഷ്ട്രീയ കളിക്ക്. അതുകൊണ്ട് തന്നെ ED ഇതിൻ്റെ ഒരു ലക്ഷ്യം കണ്ട് പിൻവാങ്ങുമോ എന്നാണ് എൻ്റെ അനുമാനം. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഈ കേസിൽ വമ്പന്മാരുണ്ട്, അതായത് ശങ്കർദാസും വാസുവും പത്മകുമാറും. കാരണം EDയെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം ഹൈക്കോടതിയുടെ രൂപത്തിൽ അവിടെ നിൽക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് EDയുടെ സാന്നിധ്യം അവർക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പരസ്പര മത്സരം. നമ്മൾ ഇന്നലെ ഒരു അത്ഭുതം കണ്ടു. ഇന്നലെ ദേവസ്വം ആസ്ഥാനത്ത് ED ദേവസ്വം ആസ്ഥാനത്തെ സ്ട്രോങ് റൂം അടക്കം പരിശോധിക്കുമ്പോൾ ഫയലുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ സന്നിധാനത്തേക്ക് പാഞ്ഞു ചെല്ലുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അവിടെ സ്ട്രോങ് റൂമിൽ കയറി. ഏറ്റവും വലിയ ഒരു കൺസേൺ അഷ്ടദിക്പാലകരുടെ ആ ശില്പങ്ങൾ അതെവിടെയെന്ന ചോദ്യത്തിന് ഇത്ര ദിവസം ഉത്തരവില്ലായിരുന്നു. ഇന്നലെ ഇത് ആ സ്ട്രോങ് റൂമിലെ മൂലയ്ക്ക് പെയിൻ്റൊക്കെ അടിച്ച് ഒരു ചാക്കിൽ കെട്ടിയ നിലയിലിരിക്കുന്നത്. എങ്ങനെ അവിടെ എത്തി എന്നതൊക്കെ SIT അന്വേഷിക്കട്ടെ. പക്ഷേ SIT ഇന്നലെ സന്നിധാനത്തുണ്ട്. ED ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയപ്പോൾ അതേസമയം SIT സന്നിധാനത്ത് എത്തുന്നു. അപ്പോൾ ഇവർക്കിടയിൽ ഒരു പരസ്പര മത്സരവും പരസ്പരം ഒരു ഭയവും ഒക്കെ നിലനിൽക്കുന്നത്. അതിനാണ് ഇതിൻ്റെ മറ്റൊരു തലം. ഈ മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപ് കണ്ടതാണ്. ഈ ED ലക്ഷ്യം വെച്ചിരുന്ന പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒക്കെ SIT കൊണ്ടുപോകുന്നു. അതിനു മുൻപ് ശങ്കർദാസിനെ എടുത്തു കൊണ്ടുപോകുന്നു. അവിടെയൊക്കെ ഒരു സമ്മർദ്ദം EDക്ക് കൊടുത്തപ്പോൾ തൊട്ടിപ്പുറത്ത് SIT വരുന്നതിന് മുൻപേ വ്യാപക റെയ്ഡിലേക്ക് എല്ലാ കേന്ദ്രങ്ങളെയും ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് EDയും കടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. SITയുടെ ആ നീക്കങ്ങൾ ശരിയായിരുന്നുവെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ഇതുവരെയുള്ള SITയുടെ എല്ലാ നീക്കങ്ങളെയും ഹൈക്കോടതി പ്രശംസിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് SIT ഈ ഘട്ടത്തിൽ വലുതായിട്ട് സംശയിക്കേണ്ടതില്ല. അവരും
ആ സമ്മർദ്ദങ്ങളുടെ ഫലമായി ഒരു രാഷ്ട്രീയ മേലാളന്മാർക്ക് നടുവളച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇതുവരെ ശബരിമലയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതിരുന്ന കൂട്ടരൊക്കെ ഇന്നലെ വ്യാപക റെയ്ഡ് നടന്നതിന് ശേഷം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. CPM-ന്റെ മിക്ക നേതാക്കളും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് SIT നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണമാണ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ED അതിനിടയിൽ കയറി കളിക്കാൻ നിൽക്കുകയാണ്, ഇതൊരു രാഷ്ട്രീയ കളിയാണ് എന്നുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം പൊടുന്നനെ പല നേതാക്കളും പറഞ്ഞു. അല്ലത് ഭയം കൊണ്ടാണ്. ഭയം AKG സെന്ററിനെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം പല തലങ്ങളിലും ഇപ്പോൾ വല്ലാത്ത ഭയം കത്തിയാളുകയാണ്. നേരത്തെ ഏതെങ്കിലും വിധത്തിലൊക്കെ ഈ പ്രതികളെയൊക്കെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു പ്രതീക്ഷ CPM-നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്മകുമാറിനെ പുറത്താക്കാത്ത, വാസുവിനെ പുറത്താക്കാത്ത, ഇവരെയൊക്കെ പുറത്താക്കിയ കൂടുതലും അമ്പന്മാരെ കുറിച്ചുള്ള വെളിപ്പെടുത്തലും ഒക്കെ വരുമെന്നറിയാം. എന്തിനേറെക്ക് P. ശങ്കരദാസിനെ തൊടാൻ പോലും CPI നേതാക്കൾക്ക് പേടി. അപ്പോൾ ഇവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തുമ്പോൾ ഈ ശബരിമലയിൽ നിന്ന് പോയ 420 ഗ്രാം സ്വർണം അങ്ങ് ഗോവർദ്ധന്റെ കടയിൽ നിന്ന് പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാം പോറ്റിയുടെ തലയിൽ കെട്ടിവെച്ച് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരാമെന്നാണ് ആദ്യഘട്ടത്തിൽ ഓർത്ത്. ഒന്നും നടക്കുന്നില്ല. കാരണം ഹൈക്കോടതി ഒരു കൊടുങ്കാറ്റ് പോലെ നിൽക്കുകയാണ്. ഹൈക്കോടതിക്ക് മുൻപിൽ ഈ അന്വേഷണ സംഘം ആകെ വിറച്ചു നിൽക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിനിടയിൽ ED കടന്നു വരുമ്പോൾ EDയെ ഇനി പഴയ രാഷ്ട്രീയ ആയുധം കൊണ്ടൊന്നും നേരിടാൻ കഴിയില്ല. EDയെ എന്നല്ല, ഈ കേസന്വേഷണത്തിൽ ഇടപെട്ടിരിക്കുന്ന എല്ലാ ഏജൻസികളെയും വലയം ചെയ്തൊരു അയ്യപ്പന്റെ പ്രഭാമണ്ഡലമുണ്ട്. അത് അയ്യപ്പ വിശ്വാസികളുടെ ഒരു ചൈതന്യം, ആ പ്രാർത്ഥനയുടെ ചൈതന്യമാണ്. അതിനൊന്നും പകഞ്ഞു മാറ്റി കേസ് അട്ടിമറിക്കാൻ ഒരു ഏജൻസിക്കും കഴിയില്ല. അതുകൊണ്ട് ഇതിനൊരു പരസ്പര മത്സരമായി മാത്രം നമ്മൾ കാണണ്ട, ഇതൊരു നിയോഗമായി കാണാം. ഈ മുൻപ് ഹൈക്കോടതി SIT-യോട് പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു എന്തുകൊണ്ട് ശങ്കരദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം വന്നത്. ഇനിയിപ്പോൾ കടകംപള്ളിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം വരുമോ? അല്ലെങ്കിൽ ആ ഹൈക്കോടതിയുടെ ആ ചോദ്യം വരുന്നതിന് മുൻപ് കടകംപള്ളി SIT-ക്ക് തൂക്കിയെടുക്കേണ്ടി വരുമോ? കാരണം ഈ കേസിൽ വമ്പനും കൊമ്പനുമായാലും തൂക്കിയെടുത്തിരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങനെ പിടിച്ചു നിൽക്കാനും സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ പോലും SIT-ക്ക് അധികമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മൾ കണ്ടതാണ് ഇതിനു മുൻപ് SIT-ക്ക് നേരെ ഭരണകൂടത്തിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ ഒരു സമ്മർദ്ദം ഉണ്ടായത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതുമാണ്. അപ്പോൾ ഇനി അധികം കടകംപള്ളിക്ക് ഒരു രക്ഷയില്ല എന്ന് വേണം കരുതാൻ. അല്ല, ഹൈക്കോടതിയുടെ വാക്കുകളുണ്ട്. സമഗ്രവും വിശദവും ആഴത്തിലുള്ളതുമായ അന്വേഷണമാണ് വേണ്ടത്. സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളക്കാരായി. ശബരിമലയിൽ നടന്നത് വൻ കൊള്ളയാണ്. അതിൽ വമ്പന്മാരുടെ കൈകളുണ്ട്. അവർ കൂടി നിയമത്തിന്റെ പരിധിയിലേക്ക് വരണമെന്ന് ഇവിടെ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് വൈകാരികവും രാഷ്ട്രീയ മണ്ഡലത്തിലെ സ്വാധീന ശക്തികൾ ഉൾപ്പെട്ടതുമായ ഒരു കേസാണ്. അതുകൊണ്ട് കേസിന്റെ എല്ലാ വിശദാംശങ്ങളും നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പോലും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹൈക്കോടതിക്ക് നേരത്തെ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള വമ്പന്മാരുടെ ഇടപെടലുകളെ കുറിച്ച് ബോധ്യമുണ്ട്. പക്ഷെ അതിലേക്ക് എത്തിക്കുക, അത് തെളിവുകൾ കോർത്തിണക്കി ശക്തമായ അന്വേഷണ ഘട്ടത്തിലൂടെ കടന്നു വേണം അത്തരം വമ്പൻ സ്രാവുകളിലേക്ക് എത്താൻ. ഇതൊക്കെ അപ്രതീക്ഷിത തെളിവുകളുടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വെളിച്ചം വീശലുകളാണ്. ഇപ്പോൾ വിക്രമൻ നായരെ പോലെയുള്ളവരുടെ ഈ സംഭാഷണങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ കൂടുതൽ സാഹൂതമായി ശ്രദ്ധിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പോലുള്ള ഏജൻസികളാണ്. കാരണം അവർക്ക് മുന്നിലൊരു മൊഴി, ഉണ്ണികൃഷ്ണൻ പോറ്റി പലർക്കും പണമായി ഉപഹാരങ്ങളായി പലതും നൽകിയെന്ന്. അപ്പോൾ അതിലേക്ക് ED കടക്കുന്നതിന് മുൻപ് തന്നെ SIT ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാകും. ഇവിടെയാണ് ഒരു സർക്കാരിന് കൂടുതൽ സമ്മർദ്ദം വരുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിന് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലേക്ക് മണിക്കൂറുകൾ കടക്കുന്നത്, പലതും തിരിച്ചും മറിച്ചും പറഞ്ഞ് ഉരുണ്ട് കളിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നത്, അങ്ങനെയുള്ള ഒരു വല്ലാത്ത കാഴ്ചകൾ തന്നെയാണ്. അതാണ് ഈ കേസന്വേഷണത്തിന്റെ ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ വളരെ ആ ക്ലൈമാക്സ് ആകാംക്ഷഭരിതമായി മലയാളികൾ നോക്കുന്നതിന് പിന്നിൽ ഇത് തന്നെയാണ്. വലിയ ഒരു ക്ലൈമാക്സ് ഒക്കെ ഇല്ല വലിയ സിനിമകളുടെ, ആകാംക്ഷഭരിതമായ സിനിമയുടെ. അതിൽ യഥാർത്ഥ കള്ളൻ ആര്, യഥാർത്ഥ കുറ്റവാളി ആര്, അതാണ് ആളുകളുടെ എല്ലാം ഒരു ആത്യന്തിക ലക്ഷ്യം. അതിലപ്പുറം അവിടെ നിന്ന് കട്ടെടുത്ത സ്വർണം എവിടെ, ഈ രണ്ട് തലത്തിലേക്ക് ആളുകൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയും വളരെ കരുതലോടെ അവരുടെ ബോധ്യവും ഒക്കെ ചെന്നെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് അന്വേഷണ സംഘം അവരുടെ മികവ് തെളിയിക്കട്ടെ, ഏറ്റവും വമ്പനിലേക്ക് അവരുടെ അന്വേഷണം എത്തട്ടെ.
ഇപ്പം ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പരാമർശം അത് UDFനും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. കാരണം UDFന്റെ അന്നത്തെ ദേവസ്വം ബോർഡിന് ക്ലീൻ ചിറ്റ് ഇല്ല എന്നുള്ളതും 2 പതിറ്റാണ്ടത്തെ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പിടിവള്ളിയാക്കാനാണ് CPM ശ്രമിക്കുന്നത്. തന്നെയല്ല, മറ്റൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോഴും അതിനെല്ലാം പോസിറ്റീവായി കാണുമ്പോഴും ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എല്ലാ കേസിൻ്റെയും ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വമ്പന്മാരിലേക്കൊന്നും പോയ ഒരു ചരിത്രം നമുക്ക് അധികം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ചെറിയ മീനുകൾ, ഇപ്പോൾ ഈ പറയുന്ന വാസുവും പത്മകുമാറും ഒക്കെ വമ്പൻ മീനുകളാണെങ്കിലും അതിനുമൊക്കെ മുകളിലേക്ക് ഒരുപാട് വമ്പന്മാരുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ഈ കേസുകൾ എത്തുന്ന കാഴ്ച ഇതുവരെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന്. അല്ല, ഇതിലത് എളുപ്പമല്ല. കാരണം ഇതിൽ അയ്യപ്പന്റെ ഇടപെടലുണ്ട്. അതിലാണല്ലോ ശങ്കരദാസ് വീണത്. ശങ്കരദാസ് ഏത് ICUവിൽ കയറി കുറ്റിയിട്ടിരുന്നിട്ട് രക്ഷയില്ലാതെ പുറത്തേക്ക് വന്നല്ലോ. അതുപോലെ തന്നെ കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പൊറ്റിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്, അവര് ചങ്സ് ആയിരുന്നു എന്ന് അയൽക്കാർ തന്നെ ഇപ്പോൾ ബോധ്യപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അതൊന്നും നമുക്കിവിടെ ആപ്ലിക്കബിൾ അല്ല ബേസിക്കലി. മറ്റൊന്ന്, താൻ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ കൂടെ നിൽക്കുന്നവരെയും കൂടെ വലിച്ച് കുഴിയിലേക്ക് വീഴുന്ന ഒരു ശൈലിയാണ് UDFനെയും കൂടെ വലിച്ച് കുഴിയിലേക്ക് ഇടാനുള്ള CPMന്റെ ശ്രമം. പക്ഷെ അതുകൊണ്ട് UDF രക്ഷപ്പെട്ടു പോകണമെന്നും നമ്മൾ ആഗ്രഹിക്കരുത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾ നീണ്ട അന്വേഷണമാണ് അനിവാര്യമെന്ന് ഹൈക്കോടതി പറയുമ്പോൾ അതിലും കഴമ്പുണ്ട്. അപ്പോൾ ഈ 10 വർഷമല്ല, ഈ ഒരു പതിറ്റാണ്ടല്ല, അതിനും മുമ്പ് ഒരു പതിറ്റാണ്ടുണ്ട്. അത് UDFന്റെ പതിറ്റാണ്ടാവാം, LDFന്റെ പതിറ്റാണ്ടാവാം. ശബരിമലയെ ഇങ്ങനെ കക്കാനും മോഷ്ടിക്കാനും കൊള്ളയടിക്കാനും ഒക്കെ ഒരു വേദിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം. അതിൻ്റെ അവസാന ആണിപ്പാട് കണ്ടെത്തണം. അവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ട സ്വത്തിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാകണം. നമ്മളെപ്പോഴും നമ്മുടെ ഈ പുതുലോകം ലഭിക്കുമല്ലോ. പണ്ട് കാലത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച ചില രാജാക്കന്മാരെ കുറിച്ച്, ചില അധിനിവേശ ശക്തികളെക്കുറിച്ച്. അപ്പോഴൊന്നും ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങളും ഒന്നും കൊള്ളയടിക്കുന്നവരെ നമ്മൾ തുടയേണ്ടെന്നാണോ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ കയ്യിലുള്ള സാധനം അവർ പോകാതിരിക്കാൻ നോക്കുക. അതിനുള്ള ഒരു സാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കുക. ഒരു ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിനപ്പുറം ഒരു അന്വേഷണ സംവിധാനത്തിന് ശക്തി കൈവന്നുവെങ്കിൽ ഏതൊരു ഭരണകൂടത്തിനും അപ്പുറം അവർക്കാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ശക്തിയിൽ ഒരു അന്വേഷണ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു എങ്കിൽ അതുതന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. അത് അന്ത്യം കണ്ടേ അടങ്ങും. എന്തായാലും വിക്രമൻ നായർ ഇപ്പോൾ വല്ലാത്തൊരു അക്രമമാണ് കാണിച്ചത് എന്നുള്ള ഒരു തലയിൽ കൈവച്ചിരിക്കുകയാണ് CPM. എന്തായാലും ഒരു നിർണായക വെളിപ്പെടുത്തൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ SITക്കും പലതും പറയേണ്ടി വന്നിരിക്കുന്നു. കടകംപള്ളി ഇപ്പോൾ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോകാതിരുന്ന കടകംപള്ളി ഇപ്പോൾ തെരഞ്ഞു പിടിച്ച മാധ്യമങ്ങൾ ഇങ്ങോട്ട് എന്നെ ഒന്ന് വന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ എന്നുള്ള തരത്തിലേക്ക് എത്തുന്നു. CPMഉം വീണ്ടും അടിപതറുകയാണ്. EDയുടെ കൈകളിലേക്കാണോ ഈ പറയുന്ന മന്ത്രിമാർ പോകുന്നത് എന്നുള്ളൊരു ഭയമാണ് അവരെ വേട്ടയാടുന്നത്. ഒരു വലിയ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.